ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് മഞ്ഞപ്പിത്തം. സോ എന്താണ് മഞ്ഞപ്പിത്തം? നമ്മുടെ കരളിനെ ബാധിക്കുന്ന RNA വിഭാഗത്തിൽപ്പെട്ട ഹെപ്പറ്റൈറ്റിസ് A വൈറസ് ആണ് ഇതിന് കാരണമാകുന്നത്. മനുഷ്യന്റെ മലത്തിലൂടെയും വിസർജ്യത്തിലൂടെയും പുറത്തേക്ക് എത്തുന്ന വൈറസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും വെള്ളത്തിലും ഇത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കഴിക്കുന്നതിലൂടെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് എത്തുന്നത്. രോഗം ബാധിച്ച് ലക്ഷണങ്ങൾ കാണിക്കാത്ത ഒരു വ്യക്തി ജോലി ചെയ്യുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വെള്ളം കുടിക്കുകയോ ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യുന്നതെങ്കിലും ചില പ്രാണികൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വേസ്റ്റുകളിൽ ചെന്നിരുന്ന് അതേ പ്രാണികൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രോഗം പകരാം. നമ്മുടെ ഓരോരുത്തരുടെയും രോഗപ്രതിരോധ ശേഷിക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ലക്ഷണങ്ങൾ പ്രകടനമാകുന്നത്. 7 മുതൽ 28 ദിവസം വരെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാലുള്ള ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. വിശപ്പില്ലായ്മ, ദാഹമില്ലായ്മ, ഭക്ഷണം കാണുമ്പോൾ തന്നെ വേണ്ട എന്നുള്ളൊരു തോന്നൽ, ചെറിയ രീതിയിൽ പനിയുടെ ലക്ഷണങ്ങളും കുളിരും ദേഹമാസകലം വേദനയും വളരെ ക്ഷീണവും അതുപോലെ തന്നെ വയറിന് വേദനയും അസ്വസ്ഥതയും ഒക്കെ ഇതിന്റെ ആദ്യത്തിലുള്ള ലക്ഷണങ്ങളാണ്. പലപ്പോഴും 2-3 ആഴ്ചകൾ കഴിയുമ്പോഴാണ് ഇത് മഞ്ഞപ്പിത്തമാണോ എന്നുള്ള സംശയത്തിൽ രക്തപരിശോധനകൾ നടക്കുന്നത്. അപ്പോഴേക്കും മൂത്രം പതിവിലും ഇരുണ്ട നിറത്തിലാവുകയും മലം ഇളം നിറമാവുകയും വായക്കകത്തും സ്കിന്നിലും കണ്ണിലും നഖത്തിന്റെ ഇടയിലുമുള്ള മഞ്ഞ നിറങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ വേണ്ടി സാധിക്കും. ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലും പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലും രോഗം മഞ്ഞപ്പിത്തമാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ശരിയായ ചികിത്സാ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട്.